ജീനിയസ് കിച്ചണിൽ വരാൻ പോകുന്നത് പ്രിയങ്ക നായരാണ്. വന്ന് അടുത്ത കോമഡി. നമസ്തേ. നമസ്കാരം. നമസ്കാരം. എന്റെ പ്രേക്ഷകരോട് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. ഞാന് ശരിക്കും പ്രിയങ്കനെ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നിങ്ങൾ പ്രിയങ്കയെ കാണുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്നാ കോലമാ പ്രിയങ്ക. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇത് എന്നാ കോലമാ പ്രിയങ്ക. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. ഞാനത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വല്ല ആക്കിയാലോ എന്ന് ആലോചിക്കുക. ഇതെന്നതാ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കണ്ടേ. എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഈ സാധനം അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണോ? അടുത്ത പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? അതിന്റെ ഒരു ഭാഗമാണെന്നോ ഇങ്ങനെ? എന്റെ ദൈവമേ, നല്ലൊരു ഇങ്ങനെ ഇരുന്ന കൊച്ചു ഇങ്ങനെ പാക്ക് പോലായി പോയി. നീ ചുമ്മാ ഒരുമാതിരി ഈ ഫേസ്ബുക്ക് അമ്മമാരെ പോലെ സംസാരിക്കാതെ. അതിന്റെ ഒരു ഭാഗമാണെന്നോ ഇങ്ങനെ? എന്റെ ദൈവമേ, നല്ലൊരു ഇങ്ങനെ ഇരുന്ന കൊച്ചു ഇങ്ങനെ പാക്ക് പോലായി പോയി. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? കൈയും കാലും ഒന്നും അല്ലല്ലോ, മുടിയല്ലേ മുറിച്ചു കളഞ്ഞു, അത് വളർന്നോളെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഇതാരാ പറയുന്നേ? തൂക്കിയല്ലോ നാദാ. അല്ല, ഇതാരാ പറയുന്നേ? ശശിയെ എന്നാണ് ഈ പറയുന്നത്? അതാരായിരുന്നു പറയണേ? സിനിമയ്ക്ക് വേണ്ടിട്ട് മുടി വെട്ടിക്കളഞ്ഞ ഒരാളല്ലേ? അല്ല അത് പിന്നെ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈല് വന്ന നായികയാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഫസ്റ്റ് മൂവിയിലെ ഞാൻ ശരിക്കും മുടി വെട്ടി. പക്ഷെ ഞാൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ആ ഒരു ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ഫിലിം, ഇറ്റ്സ് ടു നൈസ്. അത് വേണമല്ലോ ഈച്ച് ആൻഡ് എവറി ആർട്ട്. ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല. ഓക്കെ ബൈ, പോയിട്ട് വരാം.